മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിസീസസ്. അതായത് നമുക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ അസുഖങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ അവർക്ക് പൂർണ്ണമായിട്ടും മാറിയാലും എന്തെങ്കിലും ഒരു അസുഖം അവർക്ക് വരണം, എന്നാലാണ് അവർക്ക് മറ്റൊരാളുടെ ശ്രദ്ധ കിട്ടുള്ളൂ എന്നുള്ള പല ആൾക്കാരും നമ്മളുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് എപ്പോഴും അവരെ പറയുന്ന അറ്റൻഷൻ സീക്കേഴ്സ് എന്നാണ്. അവർക്ക് എപ്പോഴും അവരുടെ അസുഖങ്ങൾ എവ്രിതിങ് ഓൾ റൈറ്റ് ആയി കഴിഞ്ഞാലും അവർ വിചാരിക്കും എന്തോ എനിക്കൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്ത് ഒരു പുതിയ അസുഖത്തിനെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിൽ നെടുമുടി വേണു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുന്ന ദീനാമ എന്നാണ്. അതായത് അവരെപ്പോഴും അസുഖം ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഒരു അലങ്കാരമായിട്ട് വിചാരിക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എത്ര പവറുണ്ടോ അത്രയും പവറുണ്ട് നമ്മളെ സിക്കാക്കാനും. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതുമൂലം നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ ആഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കീ ഫോർ യുവർ ഓൺ ഹെൽത്ത് ആൻഡ് സക്സസ്.